അല്ലാതെ അവർക്കൊക്കെ സ്വന്തമായി കഴിവില്ല, സ്വയം കഴിവുള്ളവരല്ല, ഇലാഹാന്ന് വിശ്വസിക്കുന്നില്ല. റബ്ബ് കൊടുത്ത കഴിവിൽ നിന്ന്, മുഅ്ജിസത്ത് കറാമത്താകുന്ന കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അത് പ്രാർത്ഥനയല്ല, ദുആ അല്ല, ഇബാദത്തല്ല, ഇസ്തിഗാസ എന്ന ഓമന പേരാണ് അത്തരം ആളുകൾ അതിനിട്ടത്. മുജാഹിദ് പ്രസ്ഥാനവും ഇവിടുത്തെ സമസ്ത വിഭാഗവും തമ്മിലുള്ള അടിസ്ഥാന അഭിപ്രായ വ്യത്യാസം ഇതാണല്ലോ. പടച്ച റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് മുജാഹിദുകൾ പറയുമ്പോൾ സമസ്തക്കാര് പറയുമല്ല, ഞങ്ങളും അതേ ചെയ്യുന്നുള്ളൂ, ഞങ്ങളാരും മരിച്ച മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നില്ല, സഹായം ചോദിക്കുന്നേയുള്ളൂ, അത് പ്രാർത്ഥനയല്ല എന്നാണ് അവർ ന്യായം പറയാനുള്ളത്. അപ്പൊ സ്വാഭാവികമായും തർക്കം എന്തായി? അത് പ്രാർത്ഥന ആണോ അല്ലേ എന്നായി തർക്കം. പ്രാർത്ഥന റബ്ബിനോടെ പറ്റുമെന്ന് അവരും സമ്മതിക്കുന്നു. ഒറ്റപ്പെട്ട ചില മുസ്ലിയാക്കന്മാർ ചിലപ്പോ ന്യായത്തിന് വേണ്ടി അല്ലാതെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ശരി. പൊതുവെ സാധാരണ സമസ്തക്കാരൊക്കെ ഉസ്താദുമാരൊക്കെ പറയുന്നത് ഞങ്ങളാരും ദുആ ചെയ്യുന്നില്ല, ദുആ അള്ളാഹിനോടെ പാടുള്ളൂ, ഇബാദത്ത് അള്ളാഹ്ക്കേ പാടുള്ളൂ, ഞങ്ങളും സമ്മതിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്, അല്ലാതെ ഇലാഹ ഇല്ലാന്ന് ഞങ്ങളും അംഗീകരിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. പക്ഷേ മഹാന്മാരായ അമ്പിയാക്കളും മൗലിയാക്കന്മാരും ഒക്കെ നമ്മെ റബ്ബിലേക്ക് അടുപ്പിക്കുന്നവരാണ്, നമ്മുടെ കാര്യം അവിടെ ചെന്ന് പറയുന്നവരാണ്. അല്ലാഹ് ചില കഴിവൊക്കെ കൊടുത്തിട്ടുണ്ട്, ആ കഴിവ് പ്രകാരം സഹായിക്കുമെന്നേ വിശ്വാസമുള്ളൂ. സാധാരണക്കാർ സാധാരണ കാര്യം ചെയ്യുന്ന പോലെ അസാധാരണക്കാർ അസാധാരണ കാര്യം ചെയ്യും. അത് ഇബാദത്തല്ല, അവരെ ഇബാദത്ത് എടുക്കാൻ പാടില്ല, ഇബാദത്ത് അള്ളാഹുവിനെ പാടുള്ളൂ എന്ന് ഞങ്ങളും അംഗീകരിക്കുന്നുവെന്നാണ് സാധാരണ നമ്മുടെ സമസ്തക്കാര് പറയുക. അപ്പൊ പിന്നെ സുന്നി മുജാഹിദ് തർക്കത്തിന്റെ മർമ്മം ഈ ചെയ്യുന്നത് ദുആ ആണോ ഇബാദത്താണോ അല്ലേ എന്നതായി മാറി. നേരെ മറ്റ് സമസ്തക്കാരെ പറയാണ് ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമൊന്നുമല്ല, ആരെയും ഇബാദത്ത് എടുക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ തർക്കം എന്താകും? ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമാണോ അല്ലേ എന്നായി മാറും. ഇപ്പോൾ ഇബാദത്ത് റബ്ബിന് മാത്രം എല്ലാവരും സമ്മതിക്കുന്നു വാക്കാൽ, പ്രവൃത്തി പദത്തിലോ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ സമർപ്പിക്കുന്നു. നാട്ടിൽ മൊത്തം നേർച്ചപ്പെട്ടികൾ കാണാം, ഒക്കെ പടപ്പുകളെ പേരിലാണ്. എല്ലാ നേർച്ചപ്പെട്ടിയും പടപ്പുകളെ പേരിൽ ബദരീകൾ നേർച്ചപ്പെട്ടി, ഓമർ ഷോദാക്കൾ നേർച്ചപ്പെട്ടി തുടങ്ങി ഒരുപാട് നേർച്ചപ്പെട്ടികൾ നാട് മുഴുവൻ കാണുന്നു. നേർച്ച എന്ന ഇബാദത്ത് പടപ്പിലേക്കാണ് 100% സമൂഹത്തിൽ നിന്ന് പോകുന്നത്. എന്നാലും പറയും ഞങ്ങൾ ഇബാദത്ത് എടുക്കുന്നില്ല. ജീവിതത്തിൽ എന്തു പ്രശ്നം വന്നാലും മമ്പളത്തും പുത്തമ്പള്ളിയും ഏറുപാടിയും അജമീറും പൊന്നാനിയും പുതുപൊന്നാനിയും ഒക്കെ പോയിട്ടാണ് സങ്കടം പറയുന്നത്. എന്നാലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, സഹായം ചോദിക്കുന്നേ ഉള്ളൂ, ഇസ്തിഗാസയേ ഉള്ളൂ. അവിടെയാണ് ഒരു തേട്ടം എപ്പോൾ പ്രാർത്ഥന ആകും ആവില്ല എന്ന മർമ്മത്തിലേക്ക് തർക്കം വഴിമാറിയത്. മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലമായി പഠിപ്പിച്ചു പോന്ന എഴുതി പോന്ന പുസ്തകങ്ങളും പ്രഭാഷണങ്ങളൊക്കെ പരിശോധിച്ചാൽ കാണാം, ഒരു തേട്ടം എപ്പോൾ ദുആ എന്ന് പറയുമെന്ന യാഥാർത്ഥ്യം പഠിപ്പിക്കാൻ പരിശ്രമിച്ചത്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ആത്യന്തികമായി എല്ലാ കാര്യവും ചെയ്യുന്നത്. ആർക്കും തർക്കമില്ല. ഞാൻ കൈ പൊന്തിച്ചാൽ ഈ കൈ പൊന്തിക്കുക എന്ന പ്രവൃത്തി എന്നിൽ സൃഷ്ടിച്ചത് പടച്ച റബ്ബാണ്. പക്ഷെ അവിടെ 2 രീതി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ കൈ ഉയർത്തുക എന്ന ആ പ്രവൃത്തി എന്നിൽ സൃഷ്ടിച്ചത്, ഖൽഖ് ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല. റബ്ബ് സൃഷ്ടിച്ചത് കൊണ്ട് കൈ ഉയർത്തുക എന്ന പ്രവൃത്തി പ്രവർത്തിച്ചതോ അത് ഞാനാണ്. ഫാഇൽ നമ്മളാണ്, ഖാലിഖ് അല്ലാഹയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ കാര്യങ്ങൾ നടപ്പാക്കൽ 2 രീതിയിലാണ്. ഒന്ന്, അല്ലാഹു തആല ഇങ്ങനെ മനുഷ്യരിൽ, ജിന്നുകളിൽ, പക്ഷികളിൽ, മൃഗങ്ങളിൽ, ജീവികളിൽ എല്ലാം അല്ലാഹു സംവിധാനിച്ചു വെച്ച ഒരു സംവിധാനം, അല്ലാഹു പടച്ചു വെച്ച ഒരു സിസ്റ്റം, അല്ലാഹു തആല അവിടെ നിശ്ചയിച്ചു വെച്ച ഒരു വ്യവസ്ഥ, ആ വ്യവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് അതാത് സൃഷ്ടികൾക്ക് ചെയ്യാവുന്ന കുറെ കാര്യങ്ങൾ. 2, അങ്ങനെ വ്യവസ്ഥയൊന്നും അല്ലാഹു നിശ്ചയിക്കാതെ ഒരു സൃഷ്ടിക്ക് ചെയ്യാൻ കഴിയാതെ അല്ലാഹു തആല നേരിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, അത് അല്ലാഹ്ക്ക് മാത്രമേ കഴിയൂ, ഒരു പടപ്പിനും കഴിയില്ല. നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഓതിപ്പോകുന്നു, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു തആല ഒരു കാര്യം ഉദ്ദേശിച്ചാൽ കുഞ്ഞെന്ന് പറഞ്ഞാൽ മതി, ഫയകൂൻ, അത് ഉണ്ടായിത്തീരും. ഉണ്ടാവട്ടെ എന്നല്ലാതെ പറഞ്ഞാൽ, അല്ലാഹു ഉദ്ദേശിച്ചാൽ അത് ഉണ്ടാകും. ഒരു വ്യവസ്ഥയും വേണ്ട, ഒന്നും വേണ്ട. എന്നാൽ നമുക്കൊരു കാര്യം ഉണ്ടാക്കാനോ, മനുഷ്യനാവട്ടെ, ജിന്നാവട്ടെ, മലക്കാവട്ടെ, പക്ഷിയാവട്ടെ, മൃഗമാവട്ടെ, ഏത് സൃഷ്ടിയാണെങ്കിലും ആ സൃഷ്ടിക്കൊരു കാര്യം പ്രവർത്തിക്കാനോ അല്ലാഹു തആല ആ സൃഷ്ടിയിൽ നിശ്ചയിച്ച സംവിധാനം എന്താണോ ആ സംവിധാനം ഉപയോഗിക്കാൻ പറ്റും. അതേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഒരു മരം മുളക്കണം,
പടച്ചറപ്പ് തീരുമാനിക്കാണ് ഇവിടെ ഒരു മരം ഉണ്ടാകാൻ തീരുമാനിച്ചാൽ വിത്തും വേണ്ട, വളവും വേണ്ട, മണ്ണും വേണ്ട, ഒന്നും വേണ്ട, കുൻ ഫയകൂൻ ഉണ്ടാവട്ടെ, അല്ല വിചാരിച്ചാൽ മതി, അതുണ്ടാവും. നമ്മൾ ഇവിടെ ഒരു മരം വേണം തീരുമാനിച്ചാലോ അവിടെ കുഴി കുത്തി വിത്ത് കൊണ്ടുവന്ന് ആ കുഴിയിലിട്ട് വെള്ളമൊഴിച്ച് വളം കൊടുത്ത് അത് പരിചരിച്ച് അത് മുളക്കുന്നുണ്ടോ എന്ന് എന്നിങ്ങനെ പോയി നോക്കും. മുളപ്പിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റൂല. മുളക്കാൻ വേണ്ട സാഹചര്യങ്ങളെ ഒരുക്കി കൊടുക്കാൻ കഴിയും. എങ്ങനെ കഴിയും? അല്ലാഹു തആല ആ കാര്യങ്ങൾ നമ്മിൽ സൃഷ്ടിച്ചു വന്നത് കൊണ്ട്. അല്ല സൃഷ്ടിച്ചത് വെച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. എല്ലാം മുളക്കാത്തൊരു വിത്തിനെ മുളപ്പിക്കാൻ നമുക്ക് കഴിയുമോ? ഇല്ല. അങ്ങനെ സിസ്റ്റം അല്ല നമ്മിൽ വെച്ചുവോ? ഇല്ല. അത് പടച്ച റബ്ബ് നേരിട്ട് നടപ്പാക്കുന്ന കാര്യമാണ്. ഇനി അല്ലാഹു തആല നബിമാരെ പറഞ്ഞേക്കും, അതേപോലെ ചില മുഅ്മിനീങ്ങളെ സഹായിക്കും. അവിടെയൊക്കെ അല്ലാഹു തആല നിശ്ചയിക്കുന്നതാണ് മുഅ്ജിസത്ത് കറാമത്ത്. അത് ഇങ്ങനെ അല്ല വെച്ചു കൊടുത്ത ഒരു സിസ്റ്റമാണോ, വ്യവസ്ഥയാണോ? അല്ല. ഒരു നബിയെ പറഞ്ഞേക്കുമ്പോ നബിക്ക് കുൻ ഫയകൂൻ എന്ന് പറയാനുള്ള ഓർഡർ കൊടുക്കാണോ? നീ പോയിട്ട് കുന്ന് പറഞ്ഞോ അത് ഉണ്ടായിക്കോളും എന്നല്ല. നബി വന്ന് പറയുന്നതാണ് അല്ല കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും എന്ന് പഠിപ്പിക്കാൻ നബി വരുന്നത്. അല്ല ഞാനും കുഞ്ഞു പറഞ്ഞാൽ ഉണ്ടാകും എന്ന് പഠിപ്പിക്കാനല്ല. പിന്നെയോ ഈ വ്യവസ്ഥകൾക്കെല്ലാം അപ്പുറത്ത് ചില കാര്യങ്ങളെ അല്ലാഹു തആല ആ നബിയിലൂടെ നടപ്പാക്കും. അവിടെ സൃഷ്ടിക്കുന്നതും അല്ലാഹു, പ്രവർത്തിക്കുന്നതും അല്ലാഹു, നബിയല്ല. ഇതുപോലെ ഏത് മുഅ്ജിസത്തെടുത്താലും ഏത് കറാമത്തെടുത്താലും ഈ നിലക്കാണ് കാണാൻ കഴിയുക. അസ്ഹാബുൽ കഹ്ഫ് 300 കൊല്ലം ഉറങ്ങിക്കിടന്നു ഗുഹയിൽ. അത് അവര് സ്വയം തീരുമാനിച്ച് പ്രവർത്തിച്ച പ്രവൃത്തിയാണോ? അല്ല. പടച്ച റബ്ബ് അവരിലൂടെ നടപ്പാക്കിയ കാര്യമാണ്. അവർക്കതിൽ പ്രത്യേകം പങ്കുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് എഴുന്നേറ്റപ്പോ എത്രയായി കിടന്നിട്ട് എന്ന് ചോദിക്കുമ്പോൾ ഖാലൂ ലബിസ്നാ യൗമ ഔ ബഅദ യൗം, നമ്മൾ ദിവസമായി ഇല്ല, ഏതാനും മണിക്കൂറുകളെ ആയിട്ടുള്ളൂ എന്ന് തമ്മിൽ പറഞ്ഞു എന്നാണ്. എന്തുകൊണ്ട്? അത് അവരുടെ പ്രവൃത്തിയല്ല. അത് അവരുടെ പ്രവൃത്തിയല്ല. 100 കൊല്ലം മരിച്ചു കിടന്ന ഉസൈർ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് ബഖറയിൽ പറഞ്ഞല്ലോ, ഔ കല്ലദീ മർറ അലാ ഖറിയ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ, ഒരു നാട്ടിലൂടെ നടന്നു പോയ അദ്ദേഹം ഉസൈർ അലൈഹിസ്സലാത്തു വസ്സലാം ആ നാടൊന്നാകെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു പോയ ഈ നാടൊക്കെ ഇങ്ങനെ തരിപ്പണമായ ശേഷം ഇനി എങ്ങനെയാ ഇതൊക്കെ രണ്ടാമത് ജീവനുണ്ടായി വരിക? ഇതൊക്കെ പഴയ പോലെ ആകുമോ? എങ്ങനെ റബ്ബ് ഇതൊക്കെ ഇനി പഴയ പൂർവ്വസ്ഥയിലേക്ക് കൊണ്ടുവരിക? അല്ലാഹു തആല അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. 100 കൊല്ലം മരിപ്പിച്ചാണ് കിടത്തിയത്. പിന്നെ എണീപ്പിച്ചു. എന്ന് ചോദിച്ചു, എത്രയായി കിടന്നിട്ട്? ഒരു ദിവസമായി, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളായി. അല്ലാഹു പറഞ്ഞു, അല്ല, ബൽ ലബിസ്ത മിഅത ആം, 100 കൊല്ലം കഴിഞ്ഞു, നീ ഇവിടെ കഴിഞ്ഞു കൊടുന്നു. അപ്പൊ ഈ 100 കൊല്ലം കിടന്നത് അദ്ദേഹത്തോട് പ്രകടമായ ഒരു കറാമത്താണ്, അല്ലെങ്കിൽ മുഅ്ജിസത്താണ്. അത് അദ്ദേഹം സ്വയം തീരുമാനിച്ച ചെയ്ത പണിയാണോ? അല്ല. അത് കൊടുത്ത കഴിവാണോ? അല്ല. ഞാൻ ആരെ വേണമെങ്കിലും 100-200 കൊല്ലം മരിപ്പിച്ചെടുത്താൽ എന്റെ വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞോ? ഇല്ല. അതവിടെ കഴിഞ്ഞു. അത് അല്ലാഹു തആല മാത്രം ചെയ്യുന്ന കാര്യമാണ്. അതിനാണ് മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ കഴിയാത്ത കാര്യമെന്ന് നൂറ്റാണ്ടുകളായി തഫ്സീർ ഗ്രന്ഥങ്ങളിൽ, അഖീദ ഗ്രന്ഥങ്ങളിൽ എല്ലാം പണ്ഡിതന്മാർ പ്രയോഗിച്ച പദപ്രയോഗം മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹുവിനല്ലാതെ കഴിയാത്ത കാര്യം. അപ്പൊ ചില പുസ്തകം ചോദിക്കുമ്പോൾ എല്ലാ കാര്യം അല്ലാഹുക്കല്ലേ കഴിയുള്ളൂ, ആത്യന്തികമായി എല്ലാം അല്ലാഹു തആലക്കാണ്. പക്ഷേ അല്ലാഹു തആല 2 നിലയ്ക്ക് കാര്യം നടപ്പാക്കുക. ഒന്ന്, റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥകൾ മുഖേന. അപ്പൊ ആ വ്യവസ്ഥ ഉപയോഗിക്കാൻ നമുക്ക് പറ്റും. വിശന്നാൽ ഭക്ഷണം കഴിക്കുക, അല്ലാഹു വെച്ച വ്യവസ്ഥയാണ്. ദാഹിച്ച വെള്ളം കുടിക്കുക, അല്ലാഹു വെച്ച വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥ പ്രകാരം പ്രവർത്തിക്കാൻ നമുക്ക് പറ്റും. 2 ഈ വ്യവസ്ഥകൾക്കെല്ലാം അതീതമായി അല്ലാഹു തആല നേരിട്ട് നടപ്പാക്കുന്ന കാര്യങ്ങൾ അത് റബ്ബിന് മാത്രമേ കഴിയൂ, മറ്റാർക്കും കഴിയുകയില്ല. ആ നിനക്ക് കഴിയുമെന്ന് വിശ്വസിച്ചാൽ അല്ലാഹനെ പോലെ ആക്കലായി. അതുകൊണ്ടാണ് വല്ലാ നിലത്തീനും എന്നെ വിളിപ്പോർക്ക് ബൈബൂടതു തീരം ചെയ്യും ഞാൻ എന്നോവർ. ഏത് നാട്ടിൽ നിന്ന് എന്നെ വിളിച്ചാലും ശരി, വിളിച്ചവന്റെ വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു വന്ന് കോഴിക്കോട്ടുകാരൻ എഴുതി വെച്ചു മുഹീദ്ദീൻ മാലയില്. നമ്മൾ പറയും ഈ വിശ്വാസം തന്നെ ശിർക്കാണ്. ഈ വിശ്വാസം ശിർക്കാണ്. ഈ വഅദ് ഇറാഖിലെ ബഗ്ദാദിലെ
ഖബറിൽ കിടന്ന് മൊഹീദ്ദീൻ ശൈഖ് ഇപ്പോൾ കേൾക്കുന്നുണ്ട് എന്നൊരുത്തൻ വിശ്വസിച്ചാൽ അതിന്റെ പേര് ശിർക്ക്. തേടാനും പോയിട്ടില്ല, ഖുതുബിയത്ത് നടത്തിയിട്ടില്ല, മാലയും പാടിയിട്ടില്ല, മൊഹീദ്ദീൻ ശൈഖ് ഇസ്തിഹാസം ചെയ്തിട്ടില്ല. പക്ഷെ അവന്റെ വിശ്വാസം ഈ പ്രസംഗം മൊഹീദ്ദീൻ ശൈഖ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാണെങ്കിൽ അത് ശിർക്കാണ്. എങ്ങനെ ശിർക്കാകുന്നത്? കേൾക്കുക എന്നതിന് അല്ലാഹു തആല നിശ്ചയിച്ച വ്യവസ്ഥയുണ്ട്. അത് മൊഹീദ്ദീൻ ശൈഖിനും ബാധകമാണ്, നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. ആ വ്യവസ്ഥ എന്താ? മനുഷ്യൻ അല്ലാഹു കൊടുത്ത കാതുണ്ട്, അതാണ് അവന്റെ വ്യവസ്ഥ. പക്ഷിക്ക് അല്ലാഹു കൊടുത്ത കേൾവി ശക്തിയുണ്ട്, മൃഗത്തിന് അല്ലാഹു കൊടുത്ത കേൾവി ശക്തിയുണ്ട്, ജിന്നുകൾക്ക് അല്ലാഹു കൊടുത്ത കേൾവി ശക്തിയുണ്ട്, മലക്കൾക്ക് അല്ലാഹു കൊടുത്ത കേൾവി ശക്തിയുണ്ട്. അതിനുള്ളിൽ കിട്ടാവുന്ന കേൾവി എന്തോ അതോനെ കിട്ടും, അതിനപ്പുറത്തുണ്ടാവില്ല. അതാണ് വ്യവസ്ഥ. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ വ്യവസ്ഥ അവസാനിച്ചു. അതിനാ മരണം എന്ന് പറയാം. മരണം എന്ന് പറഞ്ഞാൽ ഈ വ്യവസ്ഥ അവസാനിക്കലാണ്. മൊഹീദ്ദീൻ ശൈഖും മരിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി മറവ് ചെയ്തത്. ആ മൊഹീദ്ദീൻ ശൈഖിനെയും മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, മയ്യത്ത് നിസ്കരിച്ചു, ഖബറൊരുക്കി, ഖബർ കൊണ്ടുപോയി മറമാടി. എന്തുകൊണ്ട്? ശൈഖ് മരിച്ചാലും അല്ലാത്തോ മരിച്ചാലും മരണം ഒരുപോലെയാണ്. എന്നാൽ മരണശേഷം റൂഹിന് ലഭിക്കുന്ന അനുഭൂതികൾ എല്ലാവർക്കും ഒരുപോലെയാവില്ല. അത് ബർസഖി ലോകത്താണ്. അവിടെ സന്തോഷമുണ്ടാകും, അവിടെ പ്രയാസമുണ്ടാകും, ശിക്ഷയുണ്ടാകും, രക്ഷയുണ്ടാകും. അത് മറ്റൊരു ലോകമാണ്, ഈ ലോകമല്ല. അവിടെ മൊഹീദ്ദീൻ ശൈഖ് മരിച്ചപ്പോഴും അദ്ദേഹത്തെ സ്വത്ത് പിന്നെ കുട്ടികൾ ഓലിച്ചു പോയിട്ടുണ്ടാവും. അതിന്റെ ഭാര്യമാർ വിധവകളായി മാറി, അവർക്ക് വേറെ വിവാഹം ചെയ്യാം, മക്കളെ യതീമായി മാറി, സമ്പത്ത് മറ്റുള്ള അവകാശികൾക്കായി മാറി. അദ്ദേഹം അതുവരെ ഖതീബായ പള്ളിയിൽ അടുത്ത വെള്ളിയാഴ്ച വേറെ ഖതീബ് കയറി മൊഹീദ്ദീൻ ശൈഖ് മരിച്ചാലും ഖുതുബ നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ആ വ്യവസ്ഥ അവസാനിച്ചു. ഈ വ്യവസ്ഥകൾക്ക് അതീതമായി ഇത് അദ്ദേഹം കേൾക്കുമെന്ന് പറയണമെങ്കിൽ പടച്ചറപ്പ് നേരിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, കാര്യകാര ബന്ധങ്ങൾക്ക് അതീതമായ കാര്യങ്ങൾ, അതിലാണ് അദൃശ്യമായ കാര്യം, അഭൗതികമായ കാര്യം, മറഞ്ഞ വഴിക്കുള്ള കാര്യം, അസാധാരണമായ കാര്യം എന്നൊക്കെ മുൻകാല മുജാഹിദ് നേതാക്കന്മാർ എഴുതി വെച്ചത്. ആ നിലക്ക് മൊഹീദ്ദീൻ ശൈഖ് കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ പടച്ചറബിന്റെ കേൾവി ശൈഖിനുണ്ടെന്ന് വകവെച്ചു കൊടുത്തു. അതിന്റെ പേര് ശിർക്ക്. ഞാൻ തേടാൻ പോണ്ട കാര്യമില്ല. ഈ പ്രസംഗം ഇവിടെ എവിടെയെങ്കിലും ജീവിച്ചിരിപ്പോഴേലും തങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് ചോദിച്ചാലോ? ഇവിടെ അങ്ങേപ്പോ തങ്ങപ്പാപ്പ മാറി കുത്തർക്കുന്നുണ്ട്, മൂപ്പര് പുറത്തേക്ക് സുന്നാണെങ്കിലും ഉള്ളിക്ക് വഹാബിയാണ്, മൂപ്പര് അവിടെ വയത് കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? ശിർക്കല്ല. എന്തുകൊണ്ട്? മൂപ്പർക്ക് സാധാരണ കേൾവിയേ ഉള്ളൂ, അതുകൊണ്ട് അവിടെ നിന്ന് മാറിക്കുന്നത്. അല്ലെങ്കിൽ പരീന്ന് കേൾക്കൂലേ? പരി കുത്തുന്നവരും കേൾക്കുമ്പോഴേ വരേണ്ട ആവശ്യമില്ല. മൂപ്പരെ കാതൊക്കെ ഭയങ്കര പവറാണ്, ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല, വീട്ടിലവിടെ ഇരുന്നാലും ഈ പ്രസംഗം മൂപ്പരെക്കോടെ കേൾക്കാൻ പറ്റും എന്നാണെങ്കിലോ അത് ശിർക്കായി മാറി. അതെന്താ അത് ശിർക്കായത്? വ്യവസ്ഥകൾക്ക് അപ്പുറത്തുള്ള കേൾവി വകവെച്ചു കൊടുത്തു. ഇനി ഈ പ്രസംഗം ഒരു ജിന്ന് കേൾക്കുന്നുണ്ടാകും എന്ന് വിശ്വസിച്ചാലോ ശിർക്കാണോ? ശിർക്കാണോ? ഒരിക്കലുമല്ല. എന്തുകൊണ്ട്? ജിന്ന കേൾവിയുണ്ട്, അവര് ഭൂമിയിൽ വസിക്കുന്നുണ്ട്, ഒരു മനുഷ്യന്മാരുടെ ഇടയിൽ അവർ ഇടപഴകുന്നുണ്ട്, അവരെങ്ങനെ പ്രസംഗം കേൾക്കുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. എന്നാൽ ലോകത്ത് എവിടെയെങ്കിലുമുള്ള ജിന്ന് ഈ പ്രസംഗം കേൾക്കും വിശ്വസിച്ചാലോ ശിർക്ക് വന്നു. എന്തുകൊണ്ട്? അപ്പൊ വ്യവസ്ഥകൾക്ക് അപ്പുറത്തുള്ള കേൾവി, കഴിവിനപ്പുറത്തുള്ള കേൾവി, അല്ലാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട കേൾവി, അത് ജിന്നുകൾക്ക് വകവെച്ചു കൊടുത്തു. എന്നോ മരിച്ചുപോയ ഒരു ജിന്ന് ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാകും വിശ്വസിച്ചാലോ ശിർക്ക് വന്നു. എന്തുകൊണ്ട്? വ്യവസ്ഥകൾ അവസാനിച്ചിട്ടും ഇനിയും അവൻ കേൾക്കുന്നു എന്ന് വിശ്വസിക്കണമെങ്കിൽ വ്യവസ്ഥകൾക്ക് അതീതമായ കേൾവി, അസാധാരണമായ കേൾവി, അദൃശ്യമായ കേൾവി, അഭൗതികമായ കേൾവി, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കേൾവി, പടച്ചറബിന് മാത്രമുള്ള കേൾവി, അത് ജിന്നിനുണ്ടെന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് ആ ജിന്ന അഭൗതിക ചില മനുഷ്യന്മാരെ പറഞ്ഞ കൂട്ടരെ അത് പറയല്ലാന്ന് ഗൗരവമായി പറഞ്ഞതുകൊണ്ട് അത് പറയല്ല. അത് ഇത്ര ഗൗരവമായി കണ്ടതുകൊണ്ട് പടച്ചറബിനു മാത്രം അവകാശപ്പെട്ടതാണ് വ്യവസ്ഥകൾക്ക് അതീതമായ കാര്യം. മറിയം ബീവിയുടെ മുമ്പിൽ മലക്ക് വന്നുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുട്ടി ഉണ്ടാകാൻ പോകുന്നു, അതിനുവേണ്ടി അല്ലാഹ് അയച്ച ദൂതനാകുന്നു ഞാൻ. പരിശുദ്ധനായ സന്താനത്തെ നൽകുവാനായി അല്ലാഹ് അയച്ച ദൂതനാകുന്നു ഞാൻ. എന്താ മറിയം ബീവി ചോദിച്ചത്? എനിക്കെങ്ങനെ കുട്ടിയുണ്ടാകാം? എനിക്കെങ്ങനെ കുട്ടിയുണ്ടാവും? കാരണം എന്താ? എന്നെ ഒരു മനുഷ്യനും ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ലല്ലോ. ഞാനാണെങ്കിൽ തെമ്മാടിയായ പെണ്ണുമല്ല, അഥവാ ന്യായമായ വഴിക്ക് ഭർത്താവ് സ്പർശിച്ചിട്ടില്ല. ന്യായമല്ലാത്ത വഴിയിൽ സ്പർശിക്കാൻ ഞാനൊരു തെമ്മാടിയുമല്ല, വേശ്യയുമല്ല. ന്യായമായോ അന്യായമായോ ഒരു പുരുഷ സ്പർശനം ഉണ്ടാകുമ്പോഴാ ഗർഭമുണ്ടാവുക.
ആ രണ്ടു വഴിക്കും സ്പർശനമുണ്ടായിട്ടില്ല, ലൈംഗിക ബന്ധമുണ്ടായിട്ടില്ല, പിന്നെങ്ങനെയാ കുട്ടിയുണ്ടാവുക? വ്യവസ്ഥയില്ലല്ലോ, പിന്നെങ്ങനെ കാര്യം നടക്കുക? എന്താ മലക്കിന്റെ മറുപടി? ഖാല കദാലികി, ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്, വ്യവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷേ ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ, എന്റെ റബ്ബ് പറയുന്നു എനിക്കത് എളുപ്പമാണ്. കണ്ടോ, അല്ലാഹ്ക്ക് എളുപ്പ. കാരണം എന്താണ്? പുരുഷൻ സ്പർശിച്ചാൽ, ലൈംഗിക ബന്ധം ഉണ്ടായാൽ ഗർഭിണിയാവുക എന്ന വ്യവസ്ഥ വെച്ചത് ആരാ? അല്ലാഹു തആല. ആ പടച്ച റബ്ബിന് ഈ വ്യവസ്ഥ ഇല്ലാതെയും ഒരു കുട്ടിയെ സൃഷ്ടിക്കാൻ കഴിയില്ല. ഗർഭാശയത്തിന് കഴിയും. അതുകൊണ്ടാണ് പറയുന്നത് എന്റെ റബ്ബിന് എളുപ്പമാണ്. ചിലർ പറയുന്നത് CM മടവൂന് എളുപ്പമാണ്. അപ്പൊ അത് പറയല്ല, അത് പറയല്ല. കൊടുത്ത കഴിവല്ലേ, അങ്ങനെ കഴിവ് കൊടുക്കൂല, അങ്ങനെ കഴിവ് കൊടുക്കൂല. ആ കഴിവ് കൊടുത്താൽ അല്ലാഹു തആല അവന്റെ ഖുദ്റത്ത് മറ്റൊരാൾ കൊടുത്തു എന്നർത്ഥം. അഥവാ അല്ലാഹ് സ്വയം പങ്കുകാരനെ സ്വീകരിച്ചു. അല്ലാഹു സ്വയം ഒരു പങ്കാളിയെ സ്വീകരിച്ചു. തന്റെ ഖുദ്റത്ത് ഒരു പടപ്പിനും കൂടി കൊടുത്തിട്ട് അവനെ പങ്കാളിയായി സ്വീകരിച്ചു. നമ്മോട് പറയാ അല്ലാഹു പങ്കു ചേർക്കാൻ പാടില്ല. അല്ലാഹ് സ്വയം പങ്കാളിയെ സ്വീകരിക്കുകയും ചെയ്യാ, അതുണ്ടാവോ? അതോട് ഇസ്ലാം പൊളിഞ്ഞില്ലേ? നബിമാരെ പറഞ്ഞേക്ക് അല്ലാഹു തആല എന്തിന് റബ്ബിൽ പങ്കു ചേർക്കാൻ പാടില്ല? അള്ളാഹിന്റെ പങ്കൊക്കെ അല്ലാഹ് മറ്റേ കൊടുത്തിട്ട് സ്വയം പങ്കാളി അല്ലാഹ് സ്വീകരിക്കുകയും ചെയ്യുക. നഊദു ബില്ലാഹ്, അതുണ്ടാവില്ല. അങ്ങനെ ഉണ്ടായ ഖുർആന് മൊത്തം പൊളിഞ്ഞു, ദീന് മൊത്തം പൊളിഞ്ഞു, അമ്പിയാക്കൾ വന്ന് മുഴുവൻ ബാത്തിലായി പോയി. അതൊന്നില്ല. എന്താണ്ട് കൊടുത്തൂടെ? അങ്ങനെ കൊടുക്കൂല. അള്ളാഹിന്റെ സിഫത്ത് ഒരു പടപ്പിനും കൊടുക്കൂല, അള്ളാഹുവിന്റെ സവിശേഷത ഒരു പടപ്പിനും കൊടുക്കൂല, റബ്ബിന്റെ പ്രവർത്തികൾ ഒരു പടപ്പിനുമില്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, ഒരു തുല്യനായി ആരും തന്നെ ഇല്ല. അതുകൊണ്ടാ മലക്ക് പറഞ്ഞത് ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ, എന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എനിക്കത് എളുപ്പമാണ്. അത് റബ്ബിന് മാത്രമേ എളുപ്പമുള്ളൂ, വേറെ ആർക്കും എളുപ്പമില്ല. അതൊരു പടപ്പിനും എളുപ്പമാണ് എന്ന് വന്നാൽ ആ പടപ്പിനെ പടച്ചോനെ പോലാക്കി. പുരുഷ സ്പർശനമുണ്ടായി ഗർഭിണിയാവലോ, അത് വ്യവസ്ഥയാണ്, അല്ലാഹ് വെച്ച വ്യവസ്ഥയാണ്. അത് വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ ഹലാലായി, വിവാഹം കഴിക്കാതെയാണെങ്കിൽ ഹറാമായിനേ ഉള്ളൂ. റിസൾട്ട് ഒന്നാണ്, രണ്ടിനും ഗർഭമുണ്ടാവും. ഒന്ന് ഹലാലായ വഴിയാണ്, മറ്റൊന്ന് ഹറാമായ വഴിയാണ്. രണ്ടും അല്ലാഹ് വെച്ച വ്യവസ്ഥയാണ്. എന്നാ തങ്ങപ്പാപ്പ പറയാ ഓക്ക് കുട്ടികളുണ്ടാവട്ടെ എന്നാണ് പറഞ്ഞു, കെട്ടിച്ചിട്ടില്ല, ഒന്നുമില്ല, ഓക്ക് ഗർഭമുണ്ടായും ചെയ്തു. അത് കറാമത്തെ നമ്മൾ കൂട്ടൂല, അത് കൂട്ടിലെ കറാമത്തായിട്ട് അത് മറ്റെന്തോ തട്ടിപ്പിന് എന്തോ ഒരു വേണ്ടത്ര ചെയ്തിട്ടുണ്ടെന്നേ വിചാരിക്കുള്ളൂ. അങ്ങനത്തെ കഴിവ് തങ്ങപ്പാപ്പാക്കില്ല, അങ്ങനത്തെ കഴിവ് അല്ലാഹ് കൊടുത്തിട്ടില്ല. അത് നമ്മളും സമ്മതിക്കുന്നുണ്ട്. അത് റബ്ബിന് മാത്രമുള്ളതാണ്. കും ഫയകൂൻ. ആദം നബിയെ പഠിച്ചത് ഒരു ഉമ്മയും ബാപ്പയും ഇല്ലാതെ ആദം നബിയെ സൃഷ്ടിച്ചു. ഒരു ഉമ്മയും ബാപ്പയും ഇല്ലാതെ ഹവ്വാ ബിവിയെ സൃഷ്ടിച്ചു. ആദം നബിയുടെ വാരിയിൽ നിന്ന് നടത്തും. അപ്പൊ വാരിയിൽ നിന്ന് വാര ഉണ്ടാക്കാൻ പറ്റൂ? അള്ളാഹ്ക്ക് പറ്റൂ. കാരണം എന്താ? ഇന്ദ്രിയത്തിൽ നിന്ന് പുതിയ ആളെ സൃഷ്ടിക്കുന്ന അള്ളാഹ് പഠിച്ച വെച്ച വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ ആർക്ക് ഉപയോഗപ്പെടുത്താം എന്ന് അല്ലാഹു തആലാക്കോ ഈ വ്യവസ്ഥയൊന്നും വേണ്ട. അതുകൊണ്ട് ആദം നബിയെ പഠിച്ചു ഉമ്മയും ബാപ്പയും ഇല്ലാതെ, ഹവ്വാ ബിവിയെ പഠിച്ചു ഒരു പുരുഷനിൽ നിന്ന് മാത്രം, സ്ത്രീ ഇല്ലാതെ. ഈസാ നബിയെ സൃഷ്ടിച്ചു ഒരു പെണ്ണിൽ നിന്ന് മാത്രം, പുരുഷനില്ലാതെ, ബാപ്പയില്ലാതെ. ഒന്ന് ഉമ്മയിൽ നിന്ന് മാത്രം, മറ്റൊന്ന് പെണ്ണില്ല ആണിൽ നിന്ന് മാത്രം, മറ്റൊന്ന് ആണും പെണ്ണുമില്ലാതെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അത് അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. എന്നാ ഇനി ബാക്കി എല്ലാവരും അള്ളാഹ്ക്ക് അങ്ങാണ്ട് വെച്ചാൽ പോലെ, കല്യാണം കഴിക്കും വേണ്ട, ഗർഭം ഉണ്ടാകും വേണ്ട, ഈ വക ബുദ്ധിമുട്ടൊന്നുമില്ല, അതങ്ങാണ്ട് വെറുതെ മനുഷ്യന്മാരെ പൊട്ടിമൊഴിച്ച് വരിക എന്ന് സിസ്റ്റം അള്ളാഹ്ക്ക് വെച്ചാൽ പോലെ വെച്ചാൽ മതി. പക്ഷെ അത് വെച്ചാൽ ദുനിയാവിന്റെ സിസ്റ്റം പൊളിയും, ദുനിയാവിന്റെ സന്തുലിതാവസ്ഥ തകരും, മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാതാകും. അതുകൊണ്ട് അല്ലാഹു തആല ഇവിടെ ഒരു വ്യവസ്ഥ വെച്ചു. ഈ ലോകം കൃത്യമായി മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്കല്ല വ്യവസ്ഥ വെച്ചെന്നു, അള്ളാഹ്ക്കല്ല വ്യവസ്ഥ. ഈ വ്യവസ്ഥകൾക്ക് അപ്പുറമുള്ള കഴിവ് അല്ലാഹു തആലാക്ക് മാത്രം. ആ കഴിവിനാണ് അദൃശ്യമായ കഴിവ് എന്ന് പറയാം, അതിനാണ് അസാധാരണമായ കഴിവ് എന്ന് പറയാം, അതിനാണ് അഭൗതികമായ കഴിവ് എന്ന് പറയുക, അതിനാണ് മറഞ്ഞ വഴിക്കുള്ള കഴിവ് എന്ന് പറയുക. ആ കഴിവ് അല്ലാഹു തആലാക്ക് മാത്രമേ ഉള്ളൂ. അത് അമ്പിയാക്കൾക്കുമില്ല, ഔലിയാക്കൾക്കില്ല, മൊയ്തീൻ ശൈഖിനുമില്ല, റിഫായി ശൈഖിനുമില്ല, CM മടവൂനുമില്ല, ജിന്നിനുമില്ല, മലക്കിനുമില്ല, ഒരു പടപ്പിനുമില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ച റബ്ബിന് മാത്രമേ ഉള്ളൂ അത്തരം കഴിവും കാര്യങ്ങളൊക്കെ. ബാക്കി ഏതു സൃഷ്ടിയും അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥ പ്രകാരം പ്രവർത്തിക്കുന്നു എന്ന് മാത്രം, അതല്ലാത്ത മറ്റൊന്നുമില്ല.
ഇനി അല്ലാത്തൊരു കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ, കേൾവിയുണ്ട് വിശ്വസിച്ചാൽ, കാഴ്ചയുണ്ട് എന്ന് വിശ്വസിച്ചാൽ, പ്രവൃത്തിയുണ്ട് എന്ന് വിശ്വസിച്ചാൽ, ആ വിശേഷണത്തിൽ ആ സൃഷ്ടിയെ അവൻ റബ്ബിൽ പങ്കു ചേർത്തു. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. സംഘാടകർ നമ്മളെ സമീപിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഇതിന്റെ ചെലവുകൾക്ക് വേണ്ടിയാണ്. എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുക. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. അത്തരമൊരു കഴിവ് ഒരു സൃഷ്ടിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നതോടുകൂടി ആ വിശേഷത്തിൽ പങ്കു ചേർത്തു അള്ളാഹുവിൽ. നബിയുടെ മുമ്പിൽ വന്നൊരാൾ പറയുന്നു, നബിയെ മാഷാ അല്ലാഹു വശിഅത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അള്ളാഹും നിങ്ങളും ഉദ്ദേശിച്ചാൽ അതാണ് സംഭവിക്കുക. അല്ലാഹു റസൂലും വിചാരിച്ചാൽ അതുണ്ടാകുന്നു. എന്താ നബിയുടെ പ്രതികരണം? അജഅൽതനി ലില്ലാഹി നിദ്ദാ, അല്ലാഹുക്ക് തുല്യമാക്കുകയാണോ? കണ്ടോ, ഇലാഹാന്ന് വിശ്വസിച്ചിട്ടില്ല, സ്വയം കഴിവ് വകച്ചു കൊടുത്തിട്ടില്ല, നബി ആരാധിച്ചിട്ടില്ല, നബിയോട് പ്രാർത്ഥിച്ചിട്ടില്ല. ആകെ പറഞ്ഞെന്താ? അല്ലാഹും റസൂലും ഉദ്ദേശിച്ചാൽ അക്കാര്യം നടക്കും. മശീഅത്ത്, ഉദ്ദേശം എന്ന സിഫത്തിൽ അള്ളാഹിന്റെ കൂടെ നബിയെ ചേർത്തി പറഞ്ഞു. അള്ളാഹിന്റെ സിഫത്താണ് മശീഅത്ത്, ഇറാദത്ത്, ഉദ്ദേശിക്കുക. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറഞ്ഞ വാക്കാണ് മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ. അല്ലാഹു ഉദ്ദേശിച്ചുണ്ടാകും, ഉദ്ദേശിക്കാത്ത ഉണ്ടാവുകയില്ല. വമാ തശാഉന ഇല്ല അൻ യശാ അല്ലാഹ്, നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ പോലും അല്ലാഹു ഉദ്ദേശിക്കണം എന്നൊക്കെ അല്ലാഹു ഖുർആനിൽ പരിചയപ്പെടുത്തി. ഈ മശീഅത്ത്, ഉദ്ദേശം, ഇറാദത്ത്, ഉദ്ദേശം എന്ന സിഫത്ത് എന്ന വിശേഷണം അല്ലാഹുവിന്റെ റസൂലിനും ചേർത്തി പറഞ്ഞു. മാഷാ അല്ലാഹു വശിഅത യാ റസൂലല്ലാഹ്, യാ അല്ലാഹ് എന്നല്ല വിളിച്ചത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേന്ന്. അപ്പൊ തന്നെ അല്ലാഹ് എല്ലാം ഉറപ്പാണല്ലോ, ഇലാഹ എല്ലാം ഉറപ്പാണല്ലോ. അപ്പൊ ഇലാഹ ആക്കിയാലേ ശിർക്കാവുള്ളൂ എന്ന് ഉസ്താദന്മാര് പറഞ്ഞ് പറ്റിക്കും. അതല്ല, ഇവിടെ ഇലാഹേന്ന് വിളിച്ചിട്ടില്ല നബിയെ, സൃഷ്ടാവേന്ന് വിളിച്ചിട്ടില്ല, സ്വയം കഴിവുണ്ട് പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളും അല്ലാഹും ഉദ്ദേശിച്ചാൽ. നബിയുടെ മറുപടി, നീ എന്നെ അല്ലാഹനെ പോലെ ആക്കാണോ? കണ്ടു. അപ്പൊ അത്രയേ ഉള്ളൂ ശിർക്ക് വരാൻ. പടച്ച റബ്ബിന് മാത്രമുള്ള മശീഅത്ത് ഒരു പടപ്പിന് വകവെച്ചു കൊടുക്കുമ്പോഴേക്ക് ശിർക്ക് എന്ന് പറഞ്ഞു. സമാനമായ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം ഇവിടുത്തെ സമസ്തക്കാരുമായി ഏറ്റുമുട്ടിപ്പോകുന്നത് ഈ ഒരു മർമ്മത്തിലാണ്. സമസ്തക്കാരെ പോലെ അതൊന്നുമല്ല, അങ്ങനത്തെ വ്യവസ്ഥയും അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല. അല്ലാഹ് കൊടുത്ത ആർക്കും എന്തും കൊടുക്കാം. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹ് കണക്കില്ലാതെ കൊടുക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ഇവിടെ പാസ്സാക്കിയത്. അങ്ങനെ വ്യവസ്ഥ, സിസ്റ്റം, ദൃശ്യം, അദൃശ്യം അതൊന്നുമില്ല. അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയതാണ്. അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. അല്ലാഹ് കൊടുത്താൽ പിന്നെ കണക്കൊന്നുമില്ല. അപ്പൊ ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് അല്ല CM മടവിന് കൊടുത്തു വിചാരിച്ചാൽ മതി, അപ്പൊ ശിർക്കാവൂല എന്നാ പോലും പറഞ്ഞു. ലോകം നിയന്ത്രിക്കാനുള്ള കഴിവ് അല്ലാഹ് കൊടുത്തു എന്ന് വിശ്വസിച്ചാൽ പിന്നെ ശിർക്കില്ല. കാരണം അല്ലാഹ്ക്കാരും കൊടുത്തതല്ല, സ്വയം ഉള്ളതാണ്. മൊയ്തീൻ ശൈഖിന് സ്വയമില്ല, CM മടവിന് സ്വയമില്ല, അത് അല്ലാഹ് കൊടുത്തതാണ്. അപ്പൊ അല്ലാഹനെ പോലെ അല്ലല്ലോ എന്നാണ് അവരെ പറഞ്ഞു പറ്റിച്ചത്. അതുകൊണ്ട് അല്ലാഹ് കൊടുത്തു എന്ന് വിശ്വസിച്ചാൽ പിന്നെ പ്രശ്നമില്ല. അപ്പൊ എന്തും ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് മാലപ്പാട്ടും മൗലിദും ഒക്കെ ഈ കണ്ട എല്ലാ പിടുത്തം വിട്ട അന്ധവിശ്വാസം കയറി വന്നത്. നരകം വരെ ഞാൻ പൂട്ടിപ്പോകുന്നു പറഞ്ഞത് മൊയ്തീൻ ശൈഖിനെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. നരകം പൂട്ടുമായിരുന്നു. നബിതങ്ങൾ വന്ന് പറഞ്ഞു പോയല്ലോ നരകമുണ്ട് എന്ന്, അല്ലെങ്കിൽ എന്റെ മഹത്വം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നരകം പൂട്ടിപ്പോകുമായിരുന്നു. നരകം അടച്ചു പൂട്ടാൻ പോകുന്നുണ്ട്, പക്ഷേ നബി പറഞ്ഞില്ല നരകമുണ്ട്, ഇനിയിപ്പോ ഞാൻ പൂട്ടിയാൽ പിന്നെ അത് പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ പൂട്ടുന്നില്ല എന്ന് മൊയ്തീൻ ശൈഖ് പറഞ്ഞു എന്നാണ് ഷെയ്ഖിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന കവിതയിലുള്ളത്. സ്വർഗം കത്തിച്ചു കളയാൻ റാബിഅത്ത് നബിയെ പോയി എന്നാണ് സൂഫി കഥ. റാബിഅത്ത് നബിയെ ഒരു തീയും കൊണ്ട് പോവുക. അപ്പൊ എവിടേക്കായി പോകണോ? ഞാൻ സ്വർഗം തീ കൊടുക്കാൻ പോവാണ്. സ്വർഗം തീ കൊടുക്കാൻ എന്താ പത്? സ്വർഗം വേണ്ട, സ്വർഗത്തിന് വേണ്ടി മനുഷ്യന്മാർ വിഭാഗത്ത് എടുക്കണേ, അത് ശരിയാവൂല, അവിടെ സ്വർഗം തീ കൊടുക്കുകയാണ്. ബാറ സൂഫി എന്ന് നിങ്ങൾ തൽക്കാലം തീ കൊടുക്കല്ലേ, കാരണം സ്വർഗം ഉണ്ടായിട്ടാണ് മനുഷ്യന്മാർ സ്കേക്കുന്നില്ല. അത് തീ കൊടുത്തു പോയാൽ പിന്നെ ഇതും ഇല്ലാതാവും. എന്നാ അവിടെ നോട്ടെ, അതുകൊണ്ട് തൽക്കാലം സ്വർഗം കഴിച്ചിട്ടായി, അല്ലെങ്കിൽ 30 കത്തിച്ചു പോയി. ഇതാ ഇവിടുത്തെ വിശ്വാസം. കാരണം എന്താ? അല്ലാഹ് കഴിവെടുത്തു എന്നാണ്. അല്ലാഹ് കഴിവാണ് കൊടുത്താൽ പിന്നെ പ്രശ്നമില്ല. പിന്നെ ഓർക്ക് ആകാശം ഭൂമിയും എല്ലാ ലോകങ്ങളും എല്ലാം അവരെ കൈവശമായി. അവര് വിചാരിച്ച പോലെ ഭൂമി ഒരുണ്ട് പോൽ എൻ കയ്യിലെന്നോ അവർ, ഭൂമി അതൊക്കെയും ഒരു ചൂമാടെന്നോ അവർ, ഭൂമി ഉണ്ട പോലെ എന്റെ കയ്യിലാണ്. അത് അല്ലാഹ് കഴിവെടുത്തു എന്ന് വിശ്വസിച്ചാൽ പ്രശ്നമില്ല. ഇതാണ് ഇപ്പോഴത്തെ സമസ്തക്കാരന്റെ വിശ്വാസം.
അപ്പൊ ആർക്കും എന്തുമാവാം. അതാ കറാമത്ത് മുഴുത്ത് പറഞ്ഞിവിടെ ബേജാറാക്കുന്നത്. ഒരു പറഞ്ഞ പോലെ ഉണ്ടാകും, ഒരു നോക്കിയ പോലെ ഉണ്ടാകും, ഒരു വിചാരിച്ച പോലെ ഉണ്ടാകും. അതിനൊക്കെ അള്ളാന്റെ കഴിവ് കൊടുത്തിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് നരകത്തിലാക്കാനും സ്വർഗത്തിലാക്കാനും ഹിദായത്ത് കൊടുക്കാനും ദലാലത്തിലാക്കാനും എല്ലാത്തിനുമുള്ള കഴിവ് അവർക്കുണ്ട്. അത് അള്ളാഹ് കൊടുത്ത കഴിവാന്ന് വിശ്വസിച്ചാൽ പിന്നെ ശിർക്കിന്റെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു പഠിപ്പിക്കുക വഴി എല്ലാ ശിർക്കിനെയും വെള്ളപൂശാനാണ് ഈ നാട്ടിൽ സാഹചര്യം ഉണ്ടായത്. അപ്പൊ നമ്മൾ സാധാരണ കൂട്ടർ ഇത് ശരിയല്ല, അങ്ങനെയൊന്നും കഴിവ് അള്ളാഹ് കൊടുക്കൂല, അതൊന്നുമില്ല. ഈ അബൗദികമായ കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അത് മഹാന്മാർക്കില്ല, അമ്പിയാക്കൾക്കില്ല, ഔലിയാക്കന്മാർക്കില്ല. ഒരുപാട് ആയത്തും ദിവസം കൂടി പറഞ്ഞെടുക്കും. ഇവിടെ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 90 വയസ്സ് വരെ കുട്ടിയില്ലാതെ പരീക്ഷിക്കപ്പെട്ടു. അങ്ങനെ കഴിവുണ്ടെങ്കിൽ പിന്നെ അതിനർത്ഥമുണ്ടോ? സഖറിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 80 വയസ്സ് വരെ കുട്ടികളില്ലാതെ പരീക്ഷിക്കപ്പെട്ടു. ഈ കഴിവുണ്ടെങ്കിൽ അങ്ങനത്തെ വല്ല പ്രശ്നമുണ്ടോ? ദാവൂദ് നബി അയ്യൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 14 കൊല്ലം രോഗിയായി കഴിഞ്ഞു. രോഗം ശിഫാക്കാളെ കഴിവ് അല്ലാഹ് കൊടുത്തതാണെങ്കിൽ പിന്നെ ഈ വക പ്രയാസം ഉണ്ടാവും. 14 കൊല്ലം ആ രോഗിയായി കഴിഞ്ഞത്. ആട് പറഞ്ഞ രോഗം മാറുമെങ്കിൽ അയ്യൂബ് നബിക്കാട് പറഞ്ഞാൽ പോലെ പിന്നെ ഇത് പരീക്ഷണമായി കാണാൻ പറ്റും. മടഞ്ഞ കാലം അറിയാത്തപ്പോൾ എത്ര പ്രശ്നം ഉണ്ടായി. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോൻ അറക്കാൻ കൊണ്ടുപോയി ത്യാഗമായി പറയുന്നു. മടഞ്ഞ കാര്യം അറിയുമായിരുന്നുവെങ്കിൽ അത് ത്യാഗമാകുമോ നമ്മൾ ചോദിക്കലുണ്ട്. കാരണം അത് അറക്കാൻ കൊണ്ടുപോയി അദ്ദേഹത്തിന് അറിയാം അറക്കേണ്ടി വരൂല, ഇത് വെറുതെ നാടകമാണ്, അള്ളാഹ് ആകാശത്തിന് ആടിനെ ഇറക്കി തരും, അതിനെ അറക്കുള്ളൂ, എന്റെ മോൻ അറക്കൂല എന്ന് അറിയുമെങ്കിൽ പിന്നെ അറക്കാൻ കൊണ്ടത് ത്യാഗമാണോ? ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ സാധാരണക്കാർക്ക് പറഞ്ഞു, കൂട്ടരെ നിങ്ങൾ വലിയ അപകടത്തിലാണ്, നിങ്ങൾ ശിർക്കിലാണ്, ഉസ്താദുമാരെ പറ്റിക്കുകയാണ്, ഇത് ശരിയല്ല. അബൗദികമായ കഴിവ് അള്ളാഹ്ക്കേ ഉള്ളൂ, ഒരു പടപ്പിനുമില്ല. ഇപ്പോഴത്തെ മാലപ്പാട്ട് വരുമ്പോഴോ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോനെടുക്കാൻ കൊണ്ടുപോയപ്പോ മുഹീദ്ദീൻ ശൈഖാണ് ഫത്വ കൊടുത്തതാണ് അള്ളാഹ്ക്ക് തൽക്കാലം ആടിനിറക്കി